ഫ്രണ്ട്സ്, നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ അനാലിസിസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ 5 മിനിറ്റിൻ്റെ സ്പോട്ട് പ്രൈസിൻ്റെ ചാർട്ടിലാണ്. അപ്പോൾ നാളത്തേക്ക് ഞാൻ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു 24,175 മുതൽ 24,135 ഏരിയ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് സോണായിട്ട് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് 24,225 മുതൽ 24,235 ഏരിയനെ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നിട്ട് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു പ്രൈസ് റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യാം. ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് ഒരു മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് ഒരു ബീറിഷ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. അപ്പം ഇതിലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബൈയിങ് ഇൻഡിക്കേഷൻ കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ പേഴ്സണലി ഒരു ട്രേഡ് അപ്സൈഡിലേക്ക് പ്ലാൻ ചെയ്യുള്ളൂ. അപ്പോൾ എനിവേ ഞാൻ സ്പോട്ട് പ്രൈസ് ആൻഡ് ലെവൽസ് പറഞ്ഞുതരാം. അതായത് ഒരു സ്ട്രോങ് സപ്പോർട്ട് സോണായിട്ട് ഞാൻ 24,000 മുതൽ 24,040 ഏരിയയുടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും മാർക്കറ്റ് ആ ഒരു ലെവലിലാണ് കറക്റ്റായിട്ട് റെസ്പെക്ട് ചെയ്ത് നിൽക്കുന്നത്. അപ്പം നമ്മൾ പറയുന്ന ലെവൽസൊക്കെ നിങ്ങൾ ചാർട്ടിൽ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് മാർക്കറ്റ് ആ ഒരു ലെവലിനെ റെസ്പെക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നാളത്തേക്ക് ഞാൻ ഡൗൺ സൈഡിലേക്ക് ഒന്നെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് റിജക്ട് ചെയ്താൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ എന്താണ് ഈ ഒരു ലെവൽ 24,000 എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അപ്പം ഈ ഒരു ലെവലിൽ ബ്രേക്ക് ചെയ്യുമ്പം സഡനായിട്ട് എൻട്രി എടുക്കാൻ പാടില്ല. ഇവിടുന്ന് ഒരു പ്രൈസ് ആക്ഷനും വോളിയം കാര്യങ്ങളൊക്കെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം ഒരു ഡൗൺ സൈഡ് ട്രേഡ് പ്ലാൻ ചെയ്യുക. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് സപ്പോർട്ടായിട്ടുള്ള 24,890 മുതൽ 24,910 ഏരിയയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം എഗെയിൻ ഇതിൻ്റെ താഴെ, അതായത് 24,890 താഴെയായിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ നെക്സ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 24,840 മുതൽ 24,785 ഏരിയയാണ്. 23,840 മുതൽ 23,785 ഏരിയയാണ്. അപ്പം ആ ഒരു ലെവലിലേക്ക് എന്താണ് മാർക്കറ്റ് എത്താനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അത് മാത്രമല്ല മാർക്കറ്റ് ഈ ഒരു ലെവലിൽ എന്താണ് ബൗൺസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു ലെവൽസും 24,000 അല്ല 23,000 ആണ്, 23,890 ആണ്. ഇത് ജസ്റ്റ് ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഒരു ലെവലിൽ നിന്ന് എന്താണ് ഒരു പ്രൈസ് റിജക്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി ഒരു അപ്സൈഡ് എൻട്രി പ്ലാൻ ചെയ്യും. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിലെ താഴെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സഡനായിട്ട് എൻട്രി എടുക്കാൻ പാടില്ല. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോണാണ് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത്. അപ്പം ഇതിന് താഴെ ഒരു നല്ല രീതിയിൽ പ്രൈസ് റിജക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൈസ് താഴേക്ക് നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്ത് വോളിയം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം ഒരു ഡൗൺ സൈഡിലേക്ക് എൻട്രി പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ നിഫ്റ്റി മുകളിലോട്ട് റീട്രേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നിഫ്റ്റിയുടെ മാർക്കറ്റ് പ്രൊഫൈലിനെ ബേസ് ചെയ്തുള്ള നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ഈ ഒരു ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് 24,166 മുതൽ 24,200 വരെ ഏരിയയും, അതുപോലെ തന്നെ എന്താണ് 24,281 മുതൽ 24,314 വരെ ഏരിയ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സ്മാർട്ട് മണി ആക്ടിവിറ്റി നടത്തുന്ന ഏരിയയാണ്. ഇത് നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് അല്ല, ഇത് ഫ്യൂച്ചറിൻ്റെ പ്രൈസാണ്. അപ്പം ഈ ഒരു ലെവലിലേക്ക് എന്താണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് ഇവിടുന്ന് സഡനായിട്ട് റിജക്ട് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ അഗൈൻ ഈ ഒരു ലെവലിലേക്ക് വന്നാലും മാർക്കറ്റ് റിജക്ട് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി. അപ്പോൾ അപ്സൈഡിൽ